അപ്പോൾ മാങ്ങ ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയ മാങ്ങ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു പാകത്തിന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, കാരണം ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് കേട്ടോ. പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു വെന്ത പോലെ തന്നെയാണ്, നന്ന പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 200 ശർക്കര ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ശർക്കര ഇത് സാധാ ശർക്കരൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കർണാടക ശർക്കരയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. സാധാ ശർക്കരൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആ മാങ്ങയൊക്കെ അടിക്ക് പിടിക്കാതെ വേവിച്ചെടുക്കുക. കുറച്ച് സമയം വേവിച്ചെടുക്കണം. അതിനാണ് ഞാനൊരു എന്താ പറയുക, ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി വേവിച്ച് കുറുകി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയും തന്നെ ഒന്നും കൂടി കുറുകി ഒരു നല്ലൊരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ മാങ്ങയിൽ ലേശം നെയ്യൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു നെയ്യിട്ടിട്ട് ആണിത് പിന്നെ പാകാക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി. ഇതാ ഒരു 3 സ്പൂണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഒഴിക്കേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാട്ടോ. കൂടുതൽ ഒഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാനിതാ ഈ ഒരു 3 സ്പൂണ് ഒഴിച്ച് കൊടുത്ത്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പശു നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു നെയ്യും അതുപോലെ എന്താ പറയുക, ഇനിയിപ്പോൾ ശർക്കരയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് കുടിച്ച് ഒന്ന് ഒരു പരുവായിട്ട് നമുക്ക് അതിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഇത് പാകമായി വന്നിട്ടുണ്ട്. അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അരിക്കാനായിട്ടൊന്നുമില്ല, നല്ല സൂപ്പർ ശർക്കരയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. പറയാത്ത തന്നെ അറിയാലോ, ആ ശർക്കരൻ്റെയും ആ നെയ്യിൻ്റെയും മാങ്ങൻ്റെയും പഴുത്ത മാങ്ങയല്ലേ, എല്ലാം കൂടി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അരപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് തൈരും. ഈ തൈരിന് തീരെ പുളിയില്ല കേട്ടോ, പുളി കുറവാണ്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ അരക്കാനായിട്ട് ലേശം വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്, 2 സ്പൂണ്, ടീസ്പൂണല്ല കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് 2 സ്പൂണ്. പിന്നെ പാകത്തിന് ഉപ്പും. നമ്മൾ എരിക്കനുസരിച്ചിട്ട് നമ്മൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് മുളകാണെങ്കിലും ഇത് കാശ്മീരി. അരച്ച് വരാം. അപ്പോൾ അരപ്പൊക്കെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി പലതവണ ഞാൻ ഉണ്ടാക്കിയിട്ടാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇതുപോലെയൊക്കെ. അപ്പോൾ അരപ്പ് പല രീതിയിലും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ഒക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പരസ്പരം ഷെയർ ചെയ്യാമല്ലോ. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കിയ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നന്നായിരിക്കും. പിന്നെന്താ, അതൊരു സന്തോഷം കൂടിയാണ് കേട്ടോ അങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അരപ്പ് ഒരു പകുതി ഒഴിക്കണത് ഇതിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഒഴിക്കണ സമയത്ത് അധികമാവുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നിർത്തിയതായിരുന്നു. ബാക്കിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും അരമുറി തേങ്ങ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്താൽ തന്നെ തിളക്കും, മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറുകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കാനാണുള്ളത്. അതിന് നമ്മൾ നെയ്യാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാണിപ്പോൾ ഇതിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടത്.
ഞാൻ ഈ റെസിപ്പി യൂട്യൂബിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. നെയ്യ് ഒഴിച്ചിട്ട് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു വീഡിയോ ചെയ്യട്ടെ. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചെറിയ കുട്ടികളൊക്കെ നമ്മളെ മക്കൾ തന്നെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇത് വേവിച്ച് നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണിത്. ഇതിപ്പോൾ ലോങ് ആയിട്ടില്ല. ശരിക്കും മാങ്ങ വെന്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുറുക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റുള്ളൂ. അപ്പോൾ പലതവണ ഉണ്ടാക്കിയതുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി, ഉലുവ പൊട്ടി. അപ്പോൾ ഉണ്ടാക്കാത്തവരെ സംബന്ധിച്ചാണ് കേട്ടോ പറയണത്. ഉണ്ടാക്കുന്നവർക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലിൻ്റെ പൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതി കാണുമ്പോൾ നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി റെഡി ആയത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഭംഗി പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു മാങ്ങ മതി ചോറുണ്ണാനും. ഫൈനായിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്തിട്ട് പിന്നെന്താ പറയുക, കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ഞാനിതൊന്ന് ഒഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റിക്കാതിരിക്കുക. എനിക്ക് ഒരു രീതിയിലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ചെറിയ പപ്പടപ്പൊട്ടും മതി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റായിട്ടുള്ള നമ്മളെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.